എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ അരച്ച് കൊഴുവ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൊഴുവ അല്ലെങ്കിൽ നത്തോലി ഈ രീതി കറി വെക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ ചേരുവ എന്നാന്ന് നോക്കാം. മീൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഒരു അരപ്പ് തയ്യാറാക്കണം. അരപ്പിന് ആവശ്യത്തിന് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുളക് 2 ചുള കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സവാള, ആവശ്യത്തിന് കറിവേപ്പില, 4-5 ചുള ചുവന്നുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക്. സവാളയ്ക്ക് പകരം മുഴുവനും ചുവന്നുള്ളി ചേർക്കാം, അന്നേരം കൂടുതൽ രുചി കിട്ടും. കാന്താരിമുളക് അവിടെ എടുത്തേക്കുന്നത്, പച്ചമുളക് ഇടാം. ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ആദ്യം 2 തണ്ട് കറിവേപ്പില ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് സവാള വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുമ്പോഴാണ് കറിക്ക് കൂടുതൽ രുചി കിട്ടുന്നത്. അതുപോലെ സവാള കൂടുതൽ അങ്ങോട്ട് വഴന്ന് ബ്രൗൺ നിറമൊന്നും ആകേണ്ട കാര്യമില്ല. സവാള ഈ പരുവത്തിൽ വഴന്ന് കഴിയുമ്പം നമ്മുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് വഴറ്റിയെടുക്കണം. ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് ആ ജാറ് ഒന്ന് കഴുകിയെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കും. അരപ്പ് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോഴാണ് തേങ്ങ അരച്ച മീൻകറികൾക്ക് രുചി കിട്ടുന്നത്. അല്ലാതെ നമ്മൾ മസാലപ്പൊടികളും തേങ്ങായും അരച്ചേച്ച് വെറുതെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കറിക്ക് യാതൊരു രുചിയും കാണത്തില്ല. അതുപോലെ തേങ്ങ മാത്രം അരച്ച് പൊടികൾ നേരിട്ട് ചേർക്കുകയാണെങ്കിൽ പൊടിയും തേങ്ങായുമായിട്ട് യോജിക്കത്തുമില്ല. അരപ്പ് ഇതുപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരുവത്തിൽ വഴന്ന് കിട്ടണം. അത് കഴിയുമ്പം നമ്മുടെ പുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റിയെടുക്കുമ്പം കറിക്ക് രുചി കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ തന്നെ ആ അരപ്പ് വഴറ്റുന്ന സമയത്ത് തന്നെ ഒരല്പം വെള്ളത്തിൽ ജാറ് കഴുകി ആ വെള്ളം കൊണ്ടും കൂടെയാണ് ഈ അരപ്പ് വഴറ്റിയെടുക്കുന്നത്. അല്ലാതെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ജാറ് കഴുകി ഒഴിച്ച് വെള്ളം എടുക്കുന്നില്ല. അതിനാന്ന് വെച്ചാൽ ആ മസാലയുടെ ഒരു പച്ചച്ചുവ ഒരിക്കലും വരാതിരിക്കാനാണ്. ഈ രീതിയിൽ പുളിവെള്ളവും കൂടെ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പം ഒരു പ്രത്യേക സ്വാദുണ്ട് കറിക്ക്. പുളിവെള്ളവും ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം വേണം ചേർക്കാൻ. ഞാൻ കറിയിലോട്ട് പച്ചവെള്ളം ഒഴിക്കുന്നില്ല. പച്ചവെള്ളം ഒഴിക്കുമ്പം കറിയുടെ രുചി അങ്ങ് മാറും. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. ആദ്യമേ ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരണം. എന്നാന്ന് വെച്ചാൽ ഈ പുളി ഇറങ്ങി ഈ വെള്ളവും അരപ്പും പുളിയും എല്ലാം ആയിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒരുപാട് ഇടരുത്. നന്നായിട്ട് തിളച്ചു. ഇനി തീ കുറച്ച് വെച്ചേച്ച് നമുക്ക് പയ്യെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം വേണം മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ആ പുളി ഇറങ്ങിയേച്ച് പെട്ടെന്ന് മീൻ കഷ്ണത്തെ പിടിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് പയ്യെ തിള വരുമ്പം സിമ്മിലോട്ട് മാറ്റി വെച്ച് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇതുപോലെ എടുത്തൊന്ന് പയ്യെ ചുറ്റിച്ച് കൊടുക്കണം, കാരണം കൊഴുവ പെട്ടെന്ന് ഉടഞ്ഞു പോകും. കറിയുടെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ കാണാറായി. കണ്ട എണ്ണ തെളിഞ്ഞ് കിടക്കുന്നത് കണ്ട. ഈ പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഉള്ളി മൂപ്പിച്ചൊഴിക്കാം. അതിന് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പം മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്ന വരെ മൂപ്പിക്കണം. പകുതി മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ മീൻകറി ചട്ടിയുടെ ചൂടുകൊണ്ടിരുന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകി നല്ല രുചി ആയിക്കോളും. പിന്നെ പുളി ഒരുപാട് തോന്നുവാണെങ്കിൽ ആ പുളി കഷ്ണങ്ങൾ എടുത്ത് കളയണം, അല്ലെങ്കിൽ കറിക്ക് ഒരുപാട് അങ്ങോട്ട് പുളിയായി പോകും. പകുതി ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിടാം. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് ഇളക്കരുത്. ചട്ടിയിൽ ഇട്ട് കഴിയുമ്പം അപ്പം തന്നെ ആ ചട്ടി അടച്ചു വെക്കണം. എന്നാലേ അതിൻ്റെ മണവും രുചിയൊക്കെ കിട്ടുള്ളൂ. തുറന്ന് വെക്കുകയോ ഇളക്കി വെക്കുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ രുചി അതിന് കിട്ടത്തില്ല. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തു. ഇനി ഇത് അടച്ചു വെക്കാം ഒരു 2 മിനിറ്റ്. 2, 4, 5 മിനിറ്റ് അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മണവും രുചിയൊക്കെ ആ കറിക്ക് കിട്ടും. ഒന്നുകിൽ ചുറ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പയ്യെ തവി വെച്ച് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്ത് കറിയായിട്ട് യോജിപ്പിക്കാം. എന്നിട്ട് കുത്തി ഇളക്കരുത്.
തേങ്ങ അരച്ച നമ്മുടെ കൊഴുവാക്കറി ഇവിടെ റെഡിയായി. നമുക്ക് ചോറിന് കൂട്ടാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്.